നല്ല മടിയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ ഫ്രൈ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റമാണ്. അപ്പോൾ അതിനായി ആദ്യം ചെമ്മീൻ കഴുകി ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചാൽ മതിയാകും. 10 മിനിറ്റിന് ശേഷം നമുക്ക് പാനൊക്കെ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ ഒരുപാടൊന്നും കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ മിക്ക ദിവസങ്ങളിലും ചെമ്മീൻ ഉണ്ടാവും. അമ്മ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന നേരത്തൊക്കെ ഞങ്ങൾ അടുത്ത് പോയി നിൽക്കാറുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനൊക്കെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അമ്മ ഓരോന്ന് പൊരിക്കുന്നത് ഞങ്ങൾക്ക് എടുത്ത് തരാറുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഡയലോഗും കൂടെ പറയും, ഇനി ബാക്കി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന്. അപ്പോൾ അത് നമ്മുടെ ചെമ്മീൻ്റെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള അതിലേക്കിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ആ സവാളയൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വരണം. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.